മലയത്തെ ഒരു റൈഡ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ. ഇങ്ങനെ വരിക, കാർ ഷെഡിൽ ഇരിക്കുക, നമ്മൾ ബൈക്കിൻ്റെ ഇടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി വണ്ടിയൊക്കെ എടുത്ത് ചുമ്മാ പുറത്ത് വയ്ക്കും. അതാണ് എൻ്റെ രാവിലെയുള്ള പരിപാടി അവധിയുള്ള ദിവസത്തിൽ. അപ്പോൾ ഇന്ന് എന്തായാലും വണ്ടി എടുത്ത് പുറത്ത് വയ്ക്കുക. ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ വണ്ടി ഇതോ മൂടി പൊതിഞ്ഞിരിപ്പുണ്ട്, ഡോമി ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വണ്ടി എടുത്ത് പുറത്ത് വയ്ക്കുക, പെട്രോൾ അടിക്കുക, കറങ്ങുക, ആ പരിപാടിയാണ്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് വണ്ടി എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ സ്ഥലവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണിച്ചു തരാം. പിന്നെ വണ്ടിയുടെ വ്യൂവും അല്ലാതെ വണ്ടിയുടെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വ്ളോഗ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോയിലേക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിലോട്ട് പോകും. ഗൈസ്, രാവിലെ എണീച്ച് വീണ്ടും മുമ്പ് വന്നപ്പോൾ ഒരുപാട് വണ്ടി ഇതായിരിക്കും. ആരൊക്കെ വണ്ടി എന്തോ കാർഷിൽ തന്നെ ഒരുപാട് വണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്ത് പുറത്ത് വയ്ക്കണം. പിന്നെ ഒന്ന് വാഷ് ചെയ്യണ്ട, എന്തായാലും പുറത്ത് വയ്ക്കില്ല, ജസ്റ്റ് ഒന്ന് നോക്കണം. ഇനി ലൂബൊക്കെ ഉണ്ടോ നോക്കണം. അപ്പം ചെയിനൊക്കെ ക്ലീൻ ചെയ്യാൻ സമയം, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ ലൂബ് തീർന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണം. അപ്പോൾ വണ്ടി എടുത്ത് നമുക്ക് പുറത്ത് വെച്ചിട്ട് കാണും. പക്ഷേ വണ്ടി അങ്ങനെ എടുത്ത് പുറത്ത് വെച്ചു, കണ്ടോ. വണ്ടിയിൽ മിററും കാര്യങ്ങളൊക്കെ ഞാൻ വലിയ ചൂരി കളഞ്ഞു. ഇനിയിപ്പോൾ പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള ലുക്ക്, സത്യം പറഞ്ഞാൽ. ഇതാകുമ്പോൾ നല്ല രസമുണ്ട്. ഇതാകുമ്പോൾ നല്ല കാണാൻ രസമുണ്ട്, ഒരു ഒതുക്കമുണ്ട് വണ്ടി. അതെ, ഇതാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി കുറച്ച് ദിവസത്തെ മിററും കാര്യങ്ങളൊന്നും വയ്ക്കാനില്ല. പിന്നെ ചെയിൻ ലൂബ് അടിക്കാൻ സമയം. ചെയിനൊക്കെ നല്ല കോലം കെട്ടാണ്ടിരിക്കുന്നുണ്ടോ, എന്തൊക്കെ കയറിയിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ചെയിൻ ലൂബ് അടിക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും വൈകിട്ട് വന്നിട്ട് വണ്ടി ഒന്ന് കഴുകി ചെയിനൊക്കെ സെറ്റാക്കിയിട്ട് വേണം ചെയിൻ ലൂബ് അടിക്കാൻ. പിന്നെ ചെയിൻ ലൂബ് ഇനി ഒരിക്കലും ഇത് അടിക്കാൻ കാണും. അപ്പോൾ എന്തായാലും ചെയിൻ ലൂബ് വാങ്ങിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കും. എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നമ്മളെവിടെ പോകുന്നൊന്നും പ്ലാൻ ചെയ്തില്ല. അപ്പോൾ എന്തായാലും എവിടെ പോകുമെന്നൊക്കെ ഫ്രണ്ട്സ് വന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പോവാം. പിന്നെ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം പെട്രോൾ അധികം ഇല്ലെന്നാണ് തോന്നുന്നത്. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 1.5 ലിറ്റർ എല്ലാം കാണാം. 1/2 ലിറ്റർ എനിക്ക് അറിഞ്ഞൂടെ, തുറന്ന് നോക്കിയാലും മനസ്സിലാവില്ല. അത്രേ ഉള്ളൂ എന്നാണ്. കാരണം റിസർവ് ഇട്ട് ഞാൻ കുറേ ദിവസം കൊണ്ട് ഓടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് റിസർവൊക്കെ മാറ്റി 2 ഘട്ടമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്ത് പെട്രോളൊക്കെ അടിച്ച് ട്രിപ്പൊക്കെ പോവാം. പിന്നെ എന്താ പറയുക, പിന്നെ ഇന്നലെ ഒരു വണ്ടി കണ്ടില്ല, ഇവിടെ ഒരു ഹോൾഡർ വരും. ഇവിടെ ഇങ്ങനെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു ഹോൾഡർ ഉണ്ട്, 150 രൂപയുള്ളൂ. അപ്പോൾ എനിക്കത് 2 വാങ്ങിക്കണം. ഈ സൈഡും ഉണ്ട്, അപ്പുറത്തെ സൈഡും ഉണ്ട്. അപ്പോൾ എനിക്കത് 2 വാങ്ങിക്കണം. പിന്നെ ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങിയതും അവിടെ ഒരു ബുഷുണ്ട്, അപ്പോൾ അതും വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അത് 2 ഇനി എനിക്ക് വാങ്ങിക്കാനുള്ള സാധനം. അതപ്പം വണ്ടി സേഫ് ആവുമല്ലോ. മഴയത്തൊക്കെ ഓടിച്ചാൽ വേറെ സീനൊന്നും കാണില്ല. ഇവിടെയും വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും, മിസ്സിങ് വരും. അതിനകത്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ തീർന്നെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് രാവിലെ തന്നെ വണ്ടി എടുത്ത് വെച്ചുള്ള പരിപാടി. എന്തായാലും ഉറക്കപ്പിച്ചിൽ തന്നെ വണ്ടി കാണുമ്പം എന്തോ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും വണ്ടി എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. ഇനി എന്തായാലും കുറച്ച് ഒരു 10 മണി കഴിഞ്ഞിട്ട് തന്നെ പോകും. ഇപ്പോൾ സമയം ഏകദേശം 9:15 ഉള്ളൂ. പിന്നെ വണ്ടി എന്താ പറയുക, വേറെ ഒന്നും, ബ്രേക്ക് കുറവാണ്. ബ്രേക്ക് പാഡൊക്കെ തീരാറായി, ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ തീരാറായി. അപ്പം ബ്രേക്കിംഗ് ഒക്കെ കുറവാണ്. സർവീസ് ആകുമ്പോഴേ മാറ്റാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോഴല്ലേ ഫണ്ട് സെറ്റാവും. പക്ഷേ ഈ വ്യൂ കിടിലല്ലേ, വാവ്, നൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് വരുമ്പം ആഡാക്കാം. നൈസ്. പെട്രോളൊക്കെ അടിച്ചു. എന്നിട്ട് ഇനി നമ്മൾ വെള്ളയാണിയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. മഴയും പെയ്യുന്നുണ്ടോ, അപ്പം ഇനി ജാക്കറ്റൊക്കെ നനയും. കാര്യമില്ല, എന്തായാലും വെള്ളയാണി പോയിട്ട് അവിടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പരിപാടി. ഇപ്പോൾ പോകുന്ന വീടിൽ എടുക്കാൻ പറ്റില്ല. എന്തായാലും പെട്ടെന്ന് പോവാം. വെള്ളയാണി എത്തി ഗൈസ്. ഇവന്മാരെന്നെ കൂട്ടിയിട്ട് എനിക്കുള്ള ഫുഡ് എത്തി. വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ കുടിക്കത്തില്ല, കേട്ടല്ലോ. അടുത്ത ഫുഡ് എത്തി, മരിച്ചിനി കാണാം. ആണ് പുഞ്ചക്കരി വ്യൂ. ചെറിയ മഴയൊക്കെ ഉണ്ടോ, മീനുണ്ടോ? വാവ്, കൊള്ളാല്ലേ. പുറത്ത് മഴ തുടങ്ങി. നമ്മളെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്, ജാക്കറ്റ് തൂക്കിയിട്ടുണ്ട്, ഹെൽമെറ്റും ഗ്ലൗസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറേ നേരം നിന്നിട്ട് വേണം പോകാൻ. മഴ തുടങ്ങിയൊക്കെ, മഴയത്ത് അടിപൊളിയായിരിക്കും. ഷോർട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും കിട്ടുന്നില്ല. നോക്കാം, പോകുമ്പോൾ നോക്കാം. മലയത്തെ ഒരു റൈഡ്. വാവ്, പാടം. ഗോപുരം ഇല്ലാത്ത വലിയ വിഷയമാണല്ലേ. ചുങ്കു ചുങ്കു ചുച്ചു ചുങ്കു ചുങ്കു ചുങ്കു. ഹൈ ഹൈ ഹൈ. ഒരു സൈഡ് വെള്ളം, ഒരു സൈഡ് വയൽ തന്നെ. ഇത് പാടമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല. നമ്മൾ നടുക്കൂടെ ഉള്ള സ്ഥലത്തൂടെ പോവുകയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ദൂരേക്കുള്ള വ്യൂ ഉണ്ടോ,
മഴയാണ്ട് എനിക്ക് സൂം ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്തായാലും ഈ ഒരു വ്യൂ കണ്ടോ. മഴക്കാലം സ്വത്ത നടക്കും മഴയത്ത്. കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങണം. കണ്ടോ പാടം നൈസല്ലേ. ഇതാ ഒരു താറാവ് ഉണ്ടോ വെള്ളത്തിൽ, ഇതാ ചത്തിരിക്കണം. കത്താ ആ കണ്ടോ, വണ്ടിയുടെ ശബ്ദം കേട്ടില്ലേ. നമ്മൾ കഴിച്ചതിന് ഇത്രയും ബില്ലായി 2120. കണ്ടോ നല്ല വ്യൂ പോയിന്റ് ഇല്ലേ, കണ്ടോ അടിപൊളിയില്ലേ. അതെ ശലം കൊള്ളാം. നമുക്കപ്പോൾ എന്തായാലും അങ്ങോട്ടൊക്കെ പോവാം. അവിടെ നല്ല നൈസ് സ്പോട്ടായിരിക്കും. വെയിലും വന്നിട്ടുണ്ട്, മഴയൊക്കെ മാറി, നല്ല ക്ലൈമറ്റ് ആയെന്ന് പ്രതീക്ഷിക്കണം. ആകാശമൊന്നും മാറിയില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കുടത്തിലൊക്കെ കളറുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും മഴ വരുന്നുണ്ടോ? മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് കായലൊക്കെ കാണിച്ചു തരാം. കണ്ടോ ഉണങ്ങിയ മരം. എൻ്റെ ഫേസ് ഞാൻ കാണിക്കാത്ത താടി മീശ എടുത്തുകൊണ്ട് ഞാൻ തന്നെ പൊട്ടാൻ പോരപ്പെടും. എന്തായാലും നാളത്തെ വീഡിയോ ഞാൻ ഫേസ് കാണിക്കാം കേട്ടോ. ഇന്നെന്തോ ഒരു മടുപ്പ്. ഒന്നാമത് ഞാൻ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇവിടെ നിന്നെല്ലാം കാണിച്ചിട്ട് നമുക്ക് വണ്ടി എടുത്ത് വീട്ടിൽ പോകാം. ആണ് കായൽ. പാവം വൈകുന്നേരം കായലും കണ്ട് കുറേ ദൂരം ഇവിടെ നടന്നിട്ട് നോക്കുക. രണ്ട് സൈഡും അടിപൊളിയല്ലേ. പോത്ത് പുല്ല് തിന്നുന്നു. ഇത് ഇവിടെ വെള്ളമൊക്കെ അവിടെ. ഇന്നലത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇരിക്കുന്നുണ്ടോ, ഫുള്ള് ചിളിയായി സെറ്റായിട്ടിരിപ്പുണ്ട്. കണ്ടോ റിസർവും ആയി. ഇന്നലെ പ്രീമിയൊക്കെ അടിച്ച് പോയതായിരുന്നു, റിസർവായി ഫുള്ള് ചെളിയായി. അപ്പോൾ ഇനി വണ്ടി ഒന്ന് കഴുകണം. പിന്നെ വണ്ടിയിൽ കോണും പോളും ചെറിയ അടി ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യാൻ കൊണ്ടുപോകണം. പിന്നെ ബ്രാക്കൊക്കെ ടൈറ്റ് ചെയ്തോ എന്ന് വെച്ചാൽ ചെറിയൊരു കുറവ് പോലെ തോന്നി. അപ്പോൾ അതൊന്നും ഉണ്ടാകാൻ നോക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ എന്തായാലും ഇന്നലെ കറങ്ങാൻ പോയിട്ട് വേറെ പിന്നെ എടുക്കാൻ പറ്റില്ല. വീട്ടിൽ നടന്ന് പറഞ്ഞാൽ ഇറങ്ങി. അപ്പോൾ എന്തായാലും വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ. വണ്ടി ഇനി എടുത്തിട്ട് കഴുകണം. ഫുള്ള് സിംഗാമിലെ കഴുകണ്ടോ. വാവ് നല്ല ചെടി. ഇനിയിപ്പം ചെയിൻ ലൂബ് ചെയ്യണം. കുറേ പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും കുറേ സമയം എടുക്കും. എന്തേ അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നലെ വെള്ളയണി പോയത് അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത്. ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടിച്ച് പോകണ വിഷയമൊന്നുമില്ല. പക്ഷേ ഓട്ടിച്ച് പോകണതാണ് കിടിലായിട്ടുള്ളത്. കാരണം മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്തായാലും ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും വണ്ടി ഇനി കഴിയണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കുറേ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ.